ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി പിസ്സയാണ് കേട്ടോ, ചിക്കൻ പിസ്സ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പിസ്സയുടെ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ഒരു 3 ടീസ്പൂൺ ഷുഗറും അതുപോലെ 3/4 ടീസ്പൂൺ സാൾട്ട്, പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ്, അതുപോലെ ഒലിവ് ഓയിൽ 3 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു ബൗളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ടതാ നമുക്ക് ഈ ഒരു പരുവത്തിലായി വന്നാൽ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ ഡോ കുഴച്ചെടുക്കുമ്പം എല്ലാ വെള്ളവും കൂടി ഒന്നായിട്ട് ഒഴിക്കണ്ട കേട്ടോ. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് 1 കപ്പ് വേണ്ടി വരില്ല, 3/4 കപ്പൊക്കെ വേണ്ടി വരുള്ളൂ. എനിക്കിതിലേക്കൊരു 3/4 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഫസ്റ്റ് തന്നെ ഒന്നായിട്ട് ഒഴിക്കണ്ട, നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനിത് ഈ ഒരു ബൗളിൻ്റെ താഴെയും അതുപോലെ നമ്മുടെ ഡോൻ്റെ മുകളിലുമായിട്ട് നന്നായിട്ട് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മളുടെ പിസ്സയ്ക്ക് വേണ്ടിയുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോവും അതുപോലെ കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിത് നമുക്ക് ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ പിസ്സയ്ക്ക് വേണ്ടിയുള്ള സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പീസ് ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുകൂടി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഉള്ളി നന്നായിട്ട് കുക്കായി വന്നാൽ നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 പീസ് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 കപ്പ് മതി. എന്നിട്ട് അത് ഒന്ന് കുലുക്കിയിട്ട് ആ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ആഡ് ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ തക്കാളിയും കൂടി കുക്കായിട്ട് വരും.
ഇപ്പം നമ്മളുടെ ഈ തക്കാളിയിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ഒറിഗാനോവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ഡോ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടി മറന്നുപോയി ആ ടൈമിൽ. ഞാൻ എന്നിട്ട് ഈ ഡോ ഒന്നുകൂടി കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുഴച്ച ഡോ ആണ് കേട്ടോ ഇത്. അപ്പം അത് 2 പോർഷനാക്കി. അതിലൊരു പോർഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് നമുക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മളുടെ മാവ് ഇവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ പിസ്സയാക്കി എടുക്കുന്നത്, ബേക്ക് ചെയ്തെടുക്കുന്നത്, ആ പാത്രത്തിൽ താഴെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു മാവുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ കൈ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ എഡ്ജ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള അതിൻ്റെ സെൻറ്റർ പോർഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഉണ്ടല്ലേ, അത് ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എഡ്ജ് മാത്രം നമ്മൾ കാലിയാക്കി വിടുക. ബാക്കി അതിൻ്റെ സെൻറ്റർ പോർഷൻ മൊത്തം നമുക്ക് ഈ പിസ്സ സോസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡിലും ഒരുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കവും അതുപോലെ ഉള്ളിയും പിന്നെ തക്കാളിയും കൂടി വെച്ച് കൊടുക്കുക. എല്ലാ സൈഡിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ലെയർ മോസറല്ല ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ലെയറിൽ അത്ര ഇട്ടില്ലെങ്കിലും ഈ രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ മോസറല്ല ചീസ് ഇടുമ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളുടെ പിസ്സയുടെ എഡ്ജിൽ ഒലിവ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ പിസ്സ ഇവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇത് ഞാൻ നമ്മളുടെ രണ്ടാമത്തെ ഡോ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പിസ്സ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ബേസ് കൂടി നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇനി പിസ്സ ഉണ്ടാക്കി നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.